നമസ്കാരം. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്നും ആലിൻ ഷെറിൻ എന്ന പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയവുമായി ജൈനീഷും ശരത്തും ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് മരണപ്പാച്ചിൽ നടത്തുമ്പോൾ കേരളം ഒന്നടങ്കം പ്രാർത്ഥനയിലായിരുന്നു. എന്നാൽ ഈ വേളയിൽ ഉയരുന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. സംസ്ഥാന സർക്കാർ മാസം 80 ലക്ഷം രൂപ വാടക നൽകി പോറ്റുന്ന ഹെലികോപ്റ്റർ എവിടെയായിരുന്നു? എന്തിനാണ് ഈ മരണപ്പാച്ചിലുമായി നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർ നിരത്തിലിറങ്ങുന്നത് ഇത്തരം അത്യാവശ്യ ഘട്ടങ്ങളിൽ? ചിപ്സൺ ഏവിയേഷനുമായി സർക്കാർ ഒപ്പിട്ടിട്ടുള്ള കരാർ പ്രകാരം പ്രതിമാസം 15 മണിക്കൂർ ഹെലികോപ്റ്റർ ഉപയോഗിക്കാം. ഇതിൽ VIP യാത്രകൾക്ക് പുറമെ എയർ ആംബുലൻസ്, അവയവ കൈമാറ്റം എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നും വ്യവസ്ഥയുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ DGPക്ക് ഇതിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്താനും അധികാരമുണ്ടായിട്ടും 227 കിലോമീറ്റർ ദൂരം റോഡ് മാർഗം 3.25 മണിക്കൂറെടുത്ത് താണ്ടേണ്ടി വന്നത് ഭരണകൂടത്തിന്റെ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേരള സർക്കാർ വാടകയ്ക്കെടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ഉപയോഗത്തെക്കുറിച്ചും അതിനായി ചെലവാക്കുന്ന തുകയെക്കുറിച്ചും പുറത്തുവരുന്ന കണക്കുകൾ സാമാന്യ ജനത്തെ ഞെട്ടിക്കുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ആഭ്യന്തര വകുപ്പ് വിമുഖത കാണിക്കുന്നത് ഈ വിഷയത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. പ്രതിമാസം 80 ലക്ഷം രൂപയെന്ന ഭീമമായ തുക പൊതു ഖജനാവിൽ നിന്ന് നൽകുന്നത് ഒരു അത്യാധുനിക സേവനത്തിനാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അതിന്റെ ഗുണഫലം അർഹരായവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാന പരാതി. ഏറ്റവും വിരോധാഭാസമായ വസ്തുത ഹെലികോപ്റ്ററിന്റെ ഉപയോഗത്തിലെ മുൻഗണനാക്രമമാണ്. അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്കായി ഹൃദയമോ മറ്റ് അവയവങ്ങളോ അതിവേഗം എത്തിക്കേണ്ട സാഹചര്യങ്ങളിൽ എയർ ആംബുലൻസായി ഈ ഹെലികോപ്റ്റർ പ്രവർത്തിപ്പിക്കാം എന്നതാണ് വാഗ്ദാനം. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ വെറും 6 തവണ മാത്രമാണ് ഇത്തരമൊരു ജീവൻ രക്ഷാ ദൗത്യത്തിനായി ഈ സംവിധാനം പ്രയോജനപ്പെടുത്തിയത്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ആംബുലൻസ് ഡ്രൈവർമാർ റോഡിലൂടെ മരണപ്പാച്ചിൽ നടത്തുമ്പോൾ ആകാശത്ത് പറന്നുയരേണ്ട ഹെലികോപ്റ്റർ നിശ്ചലമായിരിക്കുന്നത് ഭരണകൂടത്തിന്റെ മുൻഗണനകൾ എവിടെയാണെന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. ഈ ഹെലികോപ്റ്റർ പ്രകാരം അതിന്റെ കരാർ പ്രകാരം പറന്നാലും ഇല്ലെങ്കിലും മാസം തോറും 80 ലക്ഷം രൂപ വാടകയിനത്തിൽ സർക്കാർ നൽകിക്കൊണ്ടിരിക്കണം. അതായത് ജനങ്ങളുടെ നികുതി പണം കൃത്യമായി കമ്പനിയുടെ അക്കൗണ്ടിൽ എത്തുന്നുണ്ട്. എന്നാൽ ഈ സേവനം ഭൂരിഭാഗം VIP യാത്രകൾക്കും മന്ത്രിമാരുടെ ആവശ്യങ്ങൾക്കും അവരുടെ കുടുംബത്തിന്റെ ആവശ്യത്തിനുമായി പരിമിതപ്പെടുത്തുന്നു എന്ന ആരോപണം ശക്തമാണ്.